എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എന്നെനിക്കറിയാം. എന്നാൽ ഈ തിരക്കിനിടയിലും OET റീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ടിപ്പ് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾ OET റീഡിങ്ങിൽ ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം OET B പാർട്ടിലും C പാർട്ടിലും നമ്മൾക്ക് കിട്ടുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. B പാർട്ടിൽ 3 ആൻസേഴ്സ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യന് ഉണ്ടാവുക. അതിൽ തന്നെ ഒരു ആൻസർ കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളതും മറ്റേത് പാർഷ്യലി റൈറ്റ് ആയിട്ടുള്ളതും റിമൈനിങ് വൺ കംപ്ലീറ്റ്ലി റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസറും ആയിരിക്കും. നിങ്ങൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്തുമ്പോൾ പല സ്റ്റുഡൻസും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പാർഷ്യലി റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാതെ ബാക്കിയുള്ള 2 ആൻസേഴ്സ് എന്തുകൊണ്ട് റോങ് ആയി എന്നുകൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ C പാർട്ടിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങൾക്ക് OET റീഡിങ്ങിൽ വളരെ നല്ലൊരു സ്കോർ നേടിത്തരുന്നതായിരിക്കും. കൂടുതൽ OET റിലേറ്റഡ് ടിപ്സുകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും കുടുംബത്തിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒപ്പം നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും OFOR OETയുടെ ഓണാശംസകൾ.